ഹലോ നമസ്കാരം വ്യൂവേഴ്സ്. റേഷൻ കാർഡിന്റെ സിറ്റിസൺ സർവീസസ് ലോഗിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈയിടെ വന്ന ഒരു അപ്ഡേഷൻ നിങ്ങളെ ഇൻഫോം ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ഓൺലൈൻ സർവീസസ് നൽകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എസ്ക്വയർ മീഡിയ. ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ പുതിയ റേഷൻ കാർഡ് അപേക്ഷിക്കുന്ന വിധവും അതുപോലെ റേഷൻ കാർഡിൽ പുതിയ അംഗത്തെ ആഡ് ചെയ്യുന്ന വിധവും ഒക്കെ കാണിച്ച സമയത്ത് അതിൽ സിറ്റിസൺ ലോഗിൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ലോഗിൻ ചെയ്യാനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും ക്യാപ്ച കോഡും അടിച്ച് സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ലോഗിനിലേക്ക്, അതായത് നമ്മുടെ അപേക്ഷകൾ കൊടുക്കേണ്ട പേജിലേക്ക് പ്രവേശിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന അപ്ഡേഷൻ പ്രകാരം നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വന്ന് ആ OTP കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപേക്ഷകൾ നൽകേണ്ട പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്ഡേഷൻ വരുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള മാറ്റങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡെമോ വീഡിയോ ചെയ്ത് കാണിക്കാം. ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ സിറ്റിസൺ ലോഗിൻ പേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ യൂസർ ID-യും അതുപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഈ സർവീസസ് നമ്മുടെ അപേക്ഷകൾ കൊടുക്കേണ്ട പേജിലേക്ക് പ്രവേശിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന അപ്ഡേഷൻ പ്രകാരം നമ്മുടെ സിറ്റിസൺ ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് ലോഗിൻ പേജിൽ കയറാതെ ഒരു പുതിയ ബോക്സ് ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്യാനാണ്. ആ ഒരു OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോഗിൻ പേജിലേക്ക്, അതായത് നമ്മുടെ സർവീസസിന്റെ പേജിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓൺലൈൻ സർവീസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതിൽ വരുന്ന OTP നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഉറപ്പുവരുത്തേണ്ടതാണ്. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചാനലിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.